قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. സമാദരണീയരെ, സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ചും ആ മഹാപ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അധികവും ഈ ഒരു സമയത്ത് മുഴങ്ങിക്കേൾക്കാറുള്ള രണ്ട് പേരുകൾ, ഒന്ന് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതുമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പേരാണ് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ആ കുടുംബത്തെക്കുറിച്ചുള്ള ചരിത്ര പാഠങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കുറേയേറെ ഗുണപാഠങ്ങൾ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവുമായ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലെ, ചരിത്രങ്ങളിലെ പ്രതിപാദനങ്ങളിലെ വരികൾക്കിടയിലൂടെയുള്ള വായന അത് ഈ ഒരു ചിന്തയിലേക്കും നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം. ചില സംഭവങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ നിരത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എല്ലാവർക്കും സുപരിചിതമായ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പ്രവാചകന് ഏറെ നാളുകളായി മക്കളില്ല. വളരെ പ്രായം ചെന്ന് വാർദ്ധക്യത്തിലെത്തിയ ശേഷമാണ് ഇബ്രാഹിം നബിക്ക് ഒരു മകൻ ജനിക്കുന്നത്. അങ്ങനെയുള്ള ആ പിഞ്ചു കുഞ്ഞിനെയും മാതാവിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ രണ്ടുപേരുമായി മക്കയിലെത്തിയിട്ട് അവരെ ആ മക്കയിൽ താമസിപ്പിക്കുകയാണ്. അന്നത്തെ മക്കയുടെ അവസ്ഥ നമുക്കെല്ലാം സുപരിചിതമാണ്, വിശദീകരിക്കേണ്ടത്. അവർക്ക് ഇബ്രാഹിം നബി നൽകിപ്പോരുന്നത് അല്പം കാരക്കയും തൊഴിൽ സഞ്ചിയിൽ അല്പം വെള്ളവുമാണ്. അത് കൊടുത്ത് തിരിച്ച് നടക്കുന്ന ഇബ്രാഹിം നബിയോട് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇത് ഈ തീരുമാനം അള്ളാഹുവിൻ്റെതാണോ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അങ്ങ് എന്നെയും പറക്കമുറ്റാത്ത ഈ പിഞ്ചു കുഞ്ഞിനെയും ഈ ഊഷരമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി നഅം, അതെ എന്നാണ്. അപ്പോ തിരിച്ച് ഇബ്രാഹിം നബിയോട് പറയുന്നത് ഇതൻ ലൻ യുദയ്യിഅന അല്ലാഹ്, അങ്ങനെയെങ്കിൽ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയെങ്കിൽ
അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോവുകയും അവർ രണ്ടുപേരും ആ മക്കയിൽ താമസിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. പറഞ്ഞു വന്നത്, ഈ ഒരു സംഭവത്തെ നമ്മുടെ നാട്ടിൽ അടുത്തിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നാം അത് വായിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നടക്കുന്ന ചില സന്ദർഭങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്ക് ഏറ്റവും അടുത്ത്, നമ്മുടെ മൂക്കിന്റെ താഴെ എന്ന് പറയാൻ പറ്റുന്ന അത്രയും അടുത്ത്, ഈ അടുത്ത് ഉണ്ടായ ഒരു സംഭവം, വിവാഹിതയായ 2 കുട്ടികളുടെ മാതാവായ ഒരു യുവതി, അതിൽ ഏറ്റവും ഇളയ മകൾ 1.5 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ബാത്റൂമിലെ ബക്കറ്റിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ശേഷം 5 വയസ്സുള്ള മകനെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല ചെയ്യുകയും ചെയ്തതിന് ശേഷം ആത്മഹത്യ ചെയ്തു. നമുക്ക് സുപരിചിതമായ, നമ്മളെല്ലാം ഞെട്ടലോടുകൂടി കേട്ടറിഞ്ഞ ഒരു വാർത്തയാണ്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തെ കലൂരിൽ ഒരു ചെറുപ്പക്കാരൻ നടു റോട്ടിൽ നിന്നുകൊണ്ട് തന്റെ സുഹൃത്തിനെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ശേഷം സ്വന്തം കഴുത്തറുത്ത് കൈകളുടെ നരമ്പുകൾ അറുത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്ര ലാഘവമുള്ളതാണ് എന്ന് നമ്മളൊന്ന്, നിസ്സാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ആദ്യം പറഞ്ഞ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നത് കുടുംബത്തിൽ നിരന്തരമായ പ്രശ്നങ്ങളാണ്, ഭർത്താവുമായി കലഹത്തിലാണ്, സ്വൈര്യമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു ജീവിത മാതൃക നൽകുന്നുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്. ആ ഒരു തീരുമാനം എടുത്ത് ആ വൈവാഹിക ജീവിതം വിട്ട് മാറിക്കൊണ്ട് അവൾ പോവുകയാണ് എങ്കിൽ അവളെ ഏറ്റെടുക്കാൻ വാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, അയൽവാസികളുണ്ട്. ഇങ്ങനെ ഏറ്റെടുക്കാൻ സന്നദ്ധമായ ഒരുപാട് ആളുകൾ അവൾക്ക് ചുറ്റും നിലനിൽക്കുകയാണ് ഈ ഒരു അതിക്രമത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ സംഭവത്തിൽ ഈ ചെറുപ്പക്കാരൻ എന്തിന് തന്റെ സുഹൃത്തിനെ ഉപദ്രവിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചാൽ, കുറെ നാളുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന സൗഹൃദം അവസാനിപ്പിക്കുകയാണ് എന്ന് സുഹൃത്ത് പറഞ്ഞു എന്നാണ് ഇതുവരെയും പറയപ്പെട്ട കാരണം. അപ്പൊ ഒരു സുഹൃത്ത് തന്റെ സൗഹൃദം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സൗഹൃദത്തിനപ്പുറത്ത് തന്നെ സംരക്ഷിക്കാനും തനിക്ക് താങ്ങാകാനും ഒക്കെ പിതാവും മാതാവും ബന്ധുക്കളും ഒക്കെ ഇരിക്കെ, അതിനേക്കാൾ വലിയ ഒരു സൗഹൃദ വലയം സൃഷ്ടിച്ചെടുക്കാൻ അവന് സാധിക്കും എന്നിരിക്കെ അവൻ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ഒന്നും രണ്ടുമൊന്നുമല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ താമസിപ്പിച്ചു പോയ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സംഭവം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കരുത്. ഇബ്രാഹിം നബി ഹാജറിനെയും ഇസ്മായിൽ നബിയെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു താങ്ങാകാൻ, തണലാകാൻ, സഹായമേകാൻ കുടുംബക്കാരാരുമില്ല, അയൽവാസികളില്ല. അവിടെ മാനും മാൻജാതിയും ഒന്നുമില്ല, മനുഷ്യന്മാരില്ലാത്ത ഒരു ഭൂഷര ഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഹാജറിന് വേണമെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഇബ്രാഹിം നബിയോട് ചോദിച്ചതിന്റെ ഉത്തരമായിക്കൊണ്ട് ഹാജർ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന ഒരു വിശ്വാസം, ഒരു ഉറച്ച ഒരു നിലപാട് ഉണ്ടല്ലോ, അത്
മനുഷ്യന് അവന്റെ വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ രൂപത്തിലുള്ള അപകടങ്ങളിലേക്ക്. അള്ളാഹുവിന് വിശ്വാസമുണ്ട്. എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നൊക്കെ എനിക്കറിയാം, വിശ്വാസമുണ്ട്. അവന് വേണ്ടി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് താങ്ങാകും തണലാകും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് അവിടെ അള്ളാഹു ഉണ്ട് എനിക്ക് എന്ന ഒരു ബോധ്യത്തിലേക്ക് വരാനും ആ അള്ളാഹുവിനെ പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് നാം കാണുന്ന ഈ അപകടങ്ങൾ പതിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൻ ലൻ യുബയ്യിഅനല്ല എന്ന് പറയാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുന്നിടത്താണ് അപകടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് അതിന് പ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുന്നത് അവരിൽ ഈ വിശ്വാസം രൂപപ്പെടുത്താൻ കഴിയുമ്പോഴാണ്. എന്തു ജീവിതത്തിൽ സംഭവിച്ചോട്ടെ അവിടെയെല്ലാം നിനക്ക് താങ്ങായി നിന്റെ രക്ഷിതാവുണ്ട്. നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വിട്ടുപോയിക്കൊള്ളട്ടെ, നിന്റെ കുടുംബങ്ങൾ നിന്നെ വിട്ടുപോയിക്കൊള്ളട്ടെ, പക്ഷേ അവിടെയെല്ലാം നിനക്ക് താങ്ങായി തണലായി നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അത് ദൂരീകരിച്ചു തരാൻ കഴിവുള്ളവരായി നിന്റെ രക്ഷിതാവുണ്ട് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഈ രൂപത്തിലുള്ള വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. മറ്റൊന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞതിനോട്, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞതിനോട് നോ എന്ന് പറയാൻ, അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പലപ്പോഴും നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ബന്ധുക്കളുടെ സമ്മർദ്ദമോ സമൂഹത്തിന്റെ സമ്മർദ്ദമോ ഒക്കെയാണ്, അല്ലെങ്കിൽ മക്കളുടെ വിശപ്പ് ഒക്കെയാണ് നമ്മളെ അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അതെന്തുമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അള്ളാഹു ഹറാമാക്കിയ ഒന്നിലേക്ക് ഞാൻ ഒരിക്കലും കടക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക്. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോട് പറയാൻ, നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ, ഞാനും മക്കളും ഈ വീട്ടിലുണ്ട്, പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് ആഹരിക്കാൻ കൊണ്ടുവരുന്നത്, ഭക്ഷണമായി കൊണ്ടുവരുന്നത് ഹലാലായ മുതലാണ് ആകണം. അതല്ലാത്തതാണ് നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് എങ്കിൽ, മറ്റൊരാളുടെ ഹക്കാണ്, ഹറാമായതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പ്രയാസങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞിടത്ത് നിന്ന് അപ്പുറത്തേക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്ന് ഞങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് വീട് വെക്കാനും മറ്റു ആവശ്യങ്ങൾക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉറപ്പുകൾ എന്ന് നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നാട്ടാചാരങ്ങൾ എന്ന പേരിൽ തുടങ്ങി ഇന്ന് വലിയ ബാധ്യതയായി നമ്മുടെ തലക്ക് മുകളിൽ കയറി നിൽക്കുന്ന പലതും ചെയ്യാൻ, പലിശക്ക് പണമെടുക്കാനും സ്വർണം പണയം വെച്ചിട്ട് അതിന് പലിശ കൊടുക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത് കുടുംബക്കാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അതിന്റെ ഉത്തരമായി അള്ളാഹു നിഷിദ്ധം എന്ന് പറഞ്ഞതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അവിടെ അള്ളാഹുവും അള്ളാഹുവിന്റെ സഹായവുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നാണ് തിരിച്ചറിയേണ്ടത്. നേരെ മറിച്ച് എനിക്ക് റബ്ബുണ്ടാകും, അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുസ്സിലെ 30-ാമത്തെ വചനം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ ആളുകൾ തുമ്മത്തക്കാമു, പിന്നീട് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിലെ നിയമങ്ങൾ, എന്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്റെ രക്ഷിതാവാണ്. എന്റെ റബ്ബ് എന്നോട് എന്താണോ പറഞ്ഞത് അതാണ് എന്റെ ജീവിതത്തിന്റെ ക്രമം, അതാ ഇസ്തിഖാമത്ത്. അതിൽ ഉറച്ചു നിൽക്കണം.
അങ്ങനെ ഒരു ഇസ്തിഖാമത്ത് ആർക്ക് സാധ്യമാകുന്നുവോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുക. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് റഹ്മത്ത് അവതരിച്ചത് ഈ ഇസ്തിഖാമത്തുള്ളത് കൊണ്ടാണ്. എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നതിനോടൊപ്പം അതിൽ ഉറച്ചു നിന്ന് നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് റഹ്മത്ത് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഭയം ലേശമില്ലാതെ ആ മക്കയിൽ തനിച്ച് തന്റെ പിഞ്ചോമനയോടൊപ്പം ജീവിക്കുവാൻ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സാധിച്ചത്. പക്ഷേ റബ്ബുനല്ല എന്ന് പറയുന്ന നമുക്ക് ഇസ്തിഖാമത്ത് സാധ്യമാകാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് 100 തവണ ആവർത്തിച്ച് പറയുന്ന നമുക്ക് ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനപ്പുറത്ത് ചിലരെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, അത് നമ്മളെ വല്ലാതെ പിടികൂടുന്നുണ്ട് എങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ കാവലാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകളുടെ സാന്നിധ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്, നമുക്കുണ്ടാകേണ്ടുന്നത്. എനിക്ക് എന്റെ റബ്ബുണ്ട്, എനിക്ക് എന്റെ രക്ഷിതാവുണ്ട്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ എനിക്ക് സാധ്യമാകുന്ന മനക്കരുത്ത് നൽകുന്ന റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യം എവിടെയും തളരാതെ പിടിച്ചു നിൽക്കാൻ ഉള്ള ഊർജം നമുക്ക് നൽകും. അത് ആർജിച്ചെടുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഭാര്യ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ചർച്ച ചെയ്യുന്ന പഠിക്കുന്ന ഈ അവസരത്തിലെങ്കിലും നമുക്ക് അതിന് കഴിയേണ്ടതുണ്ട്. മറ്റൊരു സംഭവം വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിലെ 102-ാമത്തെ വചനം. ഫലമ്മാ ബലഗ മഅഹു സഅയ്യ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ മക്കയിൽ ആക്കിപ്പോയിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇബ്രാഹിം നബിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പക്വത വന്ന സമയത്ത് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, അവിടേക്ക് ഇബ്രാഹിം നബി വീണ്ടും കടന്നു വന്നിട്ട് മകനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മോനെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇനി അറാഫിൽ മനാം, ഞാൻ ഉറക്കത്തിലൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. നേരായ അർത്ഥം അങ്ങനെയാണ്. എന്താ കണ്ടത്? അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായിട്ടാണ് സ്വപ്നം. ഫൻദുർ മാദാ തറ, എന്താ മോന്റെ അഭിപ്രായം എന്നാണ് ചോദ്യം. നമ്മൾ ആലോചിക്കേണ്ടത്, പറക്കമുറ്റാത്ത പ്രായത്തില് ഉമ്മയെയും മകനെയും ആ നാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ, മുഫസ്സിറുകൾ പറയുന്നത് ഏകദേശം 13 വയസ്സ് പ്രായമുണ്ട് എന്നാണ്. അങ്ങനെ പക്വമതിയാകുന്ന ഒരു സമയത്ത് തിരിച്ചു വന്നുകൊണ്ട് വാപ്പ പറയുന്നത്, അന്ന് നിന്നെ ഉപേക്ഷിച്ചു പോയ വാപ്പ നിങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് നിന്നെ അറുക്കാനാണ്. അവിടെ ആ മകന്റെ മറുപടി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മഅസ് സാബിരീൻ. വാപ്പ എന്നല്ല വിളിക്കുന്നത്, യാ അബതി എന്നാണ്. ഒരു മകന് വാപ്പയോട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ എത്രത്തോളം കഴിയുമോ ആ സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ വിളിയാണ് യാ അബതി എന്നുള്ളതിൽ. എന്റെ പ്രിയ പിതാവേ, ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് അങ്ങ് ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, അങ്ങേക്ക് ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പറഞ്ഞതിന് ശേഷം പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ചരിത്രത്തില്. ഇബ്രാഹിം നബിയോട് പറയുന്നത്, എന്നെ അറുക്കാൻ പോവുകയാണല്ലോ, അറുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഉപ്പ ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പയുടെ വസ്ത്രം ഒന്ന് മുകളിലേക്ക് കയറ്റി കൊടുക്കണം. അറുക്കുന്ന സമയത്ത് തെറിച്ചു വീഴുന്ന രക്തക്കറയുമായി എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അത് ഉമ്മക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് അതൊന്ന് കയറ്റി കൊടുക്കണം. എന്റെ കെട്ടുകളൊന്ന് മുറുക്കി കെട്ടണം. അതല്ലെങ്കിൽ ഞാൻ അറുക്കുമ്പോൾ പിടക്കാനും അത് ഇതിൽ നിന്ന്, ഈ ഉദ്യമത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്തിരിയുവാനും ഉപ്പക്ക് പ്രേരണയായേക്കും. കത്തിയൊന്ന് മൂർച്ച കൂട്ടണേ, വേഗത്തിൽ അത് ചെയ്തു മാറാൻ ഉപ്പാക്ക് കഴിയണം. എന്റെ മുഖം എന്റെ ഉപ്പ ഒന്ന് തിരിച്ച് വെക്കണം. ഉപ്പയുടെ മുഖത്തിലേക്ക് അഭിമുഖമാകാതെ തിരിച്ച് ഒന്ന് കിടത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്ന് ചരിത്രത്തിൽ
പറയുന്നതായി കാണുവാൻ സാധിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ഇസ്മായിൽ നബിയുടെ മുഖം നെറ്റിയോട് ചേർത്ത് ഇങ്ങനെ കിടത്തുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട് എന്ന ബാക്കി ചരിത്രം നമുക്കറിയുന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഒരു ഉമ്മയെയും മകനെയും ചെറുപ്രായത്തിൽ മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അവൻ പറക്കമുട്ടുന്ന ഒരു പ്രായത്തിൽ തന്നോടൊപ്പം നിന്ന് പ്രയത്നിക്കാൻ പ്രായമായ ഒരു സമയത്ത് തിരിച്ചു വന്നിട്ട് വാപ്പ മകനോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ എന്തായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു മകന്റെ മറുപടി? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തുക, വളർന്നു പന്തലിക്കുക വാപ്പയോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആയിരിക്കണം. കാരണം ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചു പോയ ആളാണ്, ഇപ്പൊ വന്നിരിക്കുന്നത് എന്നെ അറുക്കാനാണ്. അവിടെയാണ് നമ്മൾ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയെ വായിക്കേണ്ടുന്നത്. ആ ഉപേക്ഷിച്ചു പോയ ആ പിഞ്ചു കുഞ്ഞിനെ തിരിച്ച് പിതാവ് വന്ന് മോനെ നിന്നെ അറുക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ അത് ഉപ്പ നടത്തിക്കൊള്ളുക എന്ന് പറയാൻ പ്രാപ്തനാക്കിയത് ആരാണ്? അതിന് പ്രാപ്തനാക്കിയത് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. നിങ്ങൾ ആ മറുപടി ഒന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് നോക്ക്. മുമ്പ് ഇബ്രാഹിം നബി ആക്കി തിരിച്ചു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയോട് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അതേ മറുപടി, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഞങ്ങൾക്കതിൽ ഭയമില്ല, നിരാശയില്ല എന്ന് പറഞ്ഞ അതേ മറുപടിയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് ഒരുപാട് നാളുകൾക്ക് ശേഷവും പിതാവിനോട് പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലേ എങ്കിൽ അത് നിറവേറ്റിക്കൊള്ളുക എന്ന് പറയാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രാപ്തനാക്കിയത് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞത്, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദതഹ അഅദത ശഅബൻ തയ്യിബൻ ലഅ. ഉമ്മയാണ് ഏറ്റവും നല്ല മദ്റസ, ഏറ്റവും നല്ല പാഠശാല ഉമ്മയാണ്. ഉമ്മക്ക് തന്റെ മക്കളിലുള്ള സ്വാധീനം നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. മക്കൾക്ക് ഉമ്മ അവരുടെ മനസ്സിൽ ഉമ്മക്ക് നൽകുന്ന സ്ഥാനം നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. അവിടെ നല്ല ഇടപെടലുകൾ നടത്താൻ ഒരു മാതാവിന് സാധിക്കുമെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഏറ്റവും നല്ല ഒരു ജനപദത്തെ ഉണ്ടാക്കുവാൻ ഉമ്മ എന്ന് പറയുന്ന മാതൃകാ സ്കൂളുകൾക്ക് സാധിക്കുമെന്നാണ്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഹാജർ അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, ആ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോഴേക്ക് മകനിൽ അള്ളാഹു എന്ന ബോധം വളർത്തിയിരിക്കുന്നു. ആ ബോധത്തിന് മുന്നിൽ വാപ്പ വന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ആ ആവശ്യത്തെ അള്ളാഹുവിന്റെ കൽപ്പന എന്നതിനാൽ പരിഗണിക്കാൻ പ്രാപ്തമാകുന്ന രൂപത്തിൽ മനസ്സ് വളർത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് ചില രക്ഷിതാക്കളൊക്കെ വാപ്പമാരൊക്കെ ഗൾഫിൽ പോയിട്ട് 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് മക്കളൊക്കെ ഏത് ലെവലായിട്ടുണ്ടാവുമെന്ന്. അവര് കിട്ടുന്ന പൈസ ഉമ്മയുടെ ആ നിയന്ത്രണത്തിൽ എത്രത്തോളം അവരെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ നല്ല ഒരു ഉമ്മക്ക് ആ മകനെ നല്ല ഇസ്ലാമിക ബോധ്യത്തോടു കൂടി വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഹാജർമാരാവുകയാണ് വേണ്ടത്. സഹോദരിമാരോട് നമ്മൾ ഹാജർമാരാകുവാൻ തയ്യാറാണ് എങ്കിലാണ് അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇബ്രാഹിമുമാരാകുവാൻ തയ്യാറാണെങ്കിലാണ് നമ്മുടെ മക്കൾ ഈ രൂപത്തിലുള്ള ഇസ്ലാമിൽ ഊന്നിയ ഒരു മറുപടി തരുന്ന മക്കളായി അവരെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇസ്മാഈലുമാരെ പോലെയുള്ള മക്കളാകാൻ വേണ്ടിയിട്ടാണ്. ഇസ്മാഈലുമാരെ പോലെയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ, സ്വാലിഹുകളാക്കണേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ പ്രാർത്ഥനകളിലുള്ളത്. പക്ഷേ ഇബ്രാഹിമുമാരാകാനും ഹാജർമാരാകാനും നമ്മൾ തയ്യാറല്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് ഇസ്മാഈലുമാർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക? അത് അസാധ്യമല്ലേ? നമ്മൾ ഇബ്രാഹിമുമാരാകണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കളുടെ ഉമ്മമാർ
ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമുമാരാകണം. അതിനുള്ള പരിശ്രമവും പ്രാർത്ഥനയും ചില സന്ദർഭങ്ങളിൽ ഉറച്ച നിലപാടുകളും എടുക്കാൻ അവർക്ക് കഴിയുമ്പോ വീട്ടിൽ ഇസ്മായിലുമാരുണ്ടാകും. അല്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് അത് സാധ്യമാവുക എന്ന ഒരു ചിന്ത കൂടി നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാതാപിതാക്കളായി ജീവിച്ച് മരിക്കുവാനും സ്വാലിഹായി മക്കളെ വളർത്തുവാനും നാളെ പരലോകത്ത് അവരിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭ്യമാകുന്ന രൂപത്തിൽ മക്കളെ വളർത്തുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പള്ളി എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് പള്ളിയുമായിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകന്റെ അനുചരന്മാരുടെയും ജീവിതം അങ്ങനെയായിരുന്നു. ആ രൂപത്തിലാക്കിയെടുക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ മദീനയിലേക്ക് എത്തിയ ആദ്യം ഇറങ്ങിയ ഖുബായിൽ പ്രവാചകൻ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ മദീനയിലെ സ്ഥലത്തും പ്രവാചകൻ താമസിക്കുന്നതിന് പകരം അവിടെയും ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ നിർമ്മാണത്തിനും അതിന്റെ പരിപാലനത്തിനും ആ പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പള്ളിയും പള്ളിയുടെ പരിപാലനവും അതിന്റെ മര്യാദകളും ഒക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇനി അങ്ങോട്ടുള്ള രണ്ടാമത്തെ ഖുതുബകളിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മസാജിദുഹാ, അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. എന്നാൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് അസ്വാഖുഹ, നാട്ടിലെ അങ്ങാടികളാണ് എന്നാണ്. അത് പറയുമ്പോൾ അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അങ്ങാടിയിൽ അനാവശ്യമായി സമയം ചെലവഴിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങാടിയിൽ പോകണം, അവിടെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ എത്രയും വേഗം മടങ്ങിപ്പോകണം. അതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ഒരു വിഹാര കേന്ദ്രമാക്കി നമ്മുടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനുള്ള ഒരു സ്ഥലമായി അങ്ങാടികളെ മാറ്റരുത് എന്നാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാകുന്ന പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധ കാണിക്കുകയും വേണം എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാകുന്ന പള്ളി, ആ പള്ളിയുടെ പരിപാലനം മഹത്തരമായ കാര്യം തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെയുള്ള ആ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? പള്ളി പരിപാലിക്കുന്ന പള്ളി കമ്മിറ്റിക്ക് ആദ്യം മുകളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. എങ്കിലല്ലേ ഇവിടെ പള്ളിയിൽ ഒളു ചെയ്ത് നമസ്കാരങ്ങൾക്ക് മാത്രം വരുന്ന ആളുകളോട് അതിനുശേഷമാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 18-ാമത്തെ വചനം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. إنما يعمر مساجد الله, തീർച്ചയായും അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടുന്നത്, അത് നിർമ്മിക്കേണ്ടുന്നതും അതിന്റെ പരിപാലനം നടത്തേണ്ടുന്നവർക്കും ചില
ക്വാളിറ്റികൾ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വാസമുള്ളവരായിരിക്കണം അവർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരായിരിക്കണം. എന്തു ചെയ്യുമ്പോഴും നാളെ പരലോകത്ത് എന്നോട് റബ്ബ് ചോദിക്കും എന്ന ബോധ്യമുള്ള ആളുകളായിരിക്കണം പള്ളിയുടെ പരിപാലനം നടത്തേണ്ടുന്നത്. വഅഖാമിസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. നമസ്കരിക്കുന്നവരല്ല, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം പള്ളി പരിപാലിക്കുന്ന ആളുകൾ. വആത സകാത്ത്, സകാത്ത് നൽകുന്നവരുമായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാകണം. അല്ലാഹുവിനപ്പുറത്തേക്ക് മറ്റാരെയും ഭയപ്പെടാത്ത ആളുകളും സകാത്തും നമസ്കാരവും എല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കേണ്ടത്, നടത്തേണ്ടത് എന്നതാണ്. ഈ ഗുണങ്ങൾ അത്രയും ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ്, നിലനിർത്താൻ കഴിയുന്നതുമാണ്. പരിശ്രമം മാത്രമാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന ക്വാളിറ്റിയുള്ള ആളുകളാണോ എന്ന് മാത്രം നോക്കുകയല്ല, നേരെ മറിച്ച് ഈ ക്വാളിറ്റി ആർജിച്ചെടുക്കാനും അത് നിലനിർത്താനും കൂടി പ്രാപ്തനായ ആളാണോ എന്ന് കൂടി പരിശോധിച്ചിട്ട് വേണം പള്ളി പരിപാലനത്തിലേക്ക് ആളുകൾ വരാൻ. അല്ലെങ്കിൽ പള്ളി പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ കാര്യത്തിൽ അതിഗൗരവമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ അവർക്ക് ഹിദായത്ത് ലഭിക്കാനുള്ള, മുഹ്തദീങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. മുശ്രിക്കുകളായ ആളുകൾ കഅബയുടെ കാര്യങ്ങൾ കൈകാര്യകർത്തം ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവർ പലപ്പോഴും പറഞ്ഞിരുന്നത്, ഞങ്ങളിലെ വിശ്വാസങ്ങളെ വിമർശിക്കുന്നതല്ലാതെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയെ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തു പറയാത്തത്? ഞങ്ങൾ കഅബയുടെ പരിചാരകരാണ്, അതിന്റെ സംരക്ഷകരാണ്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് അള്ളാഹു ഇടപെട്ടുകൊണ്ട് പറയുന്നത്, പള്ളി പരിപാലിക്കേണ്ടുന്നത് ശിർക്ക് ചെയ്യുന്ന ആളുകളല്ല, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് നൽകുകയും അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് കൃത്യമായ ഒരു മാനദണ്ഡം ആളുകൾക്ക് വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ പരിപാലനത്തെ കുറിച്ച് പറഞ്ഞത്. ആ രൂപത്തിൽ ഉൾപ്പെടുവാനുള്ള പ്രാർത്ഥനയും പരിശ്രമവും അതിന്റെ പരിപാലകരിൽ ഉണ്ടാവണം എന്ന് മാത്രം ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ പ്രയാസങ്ങളെയും അകറ്റാൻ കഴിയുന്ന റബ്ബ് അവനിലേക്ക് കൈനീട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും നാഥൻ നീക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.